പിന്നെ എന്തിനാണ് ഈ വിഷയത്തിൽ മഹാനായ സുബൈർ ആക്ഷേപിക്കുന്നത്? എന്താണോ ഇമാം ഇബ്നു തൈമിയ്യ പഠിപ്പിച്ചത് അത് തന്നെയാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസമെന്ന് ദൈബന്തി അക്കാബിറുകൾ വളരെ കൃത്യമായിട്ട് പല സ്ഥലങ്ങളിലും പലരും എഴുതിയിട്ടു. പിന്നെയും സുബൈർ ഉസ്താദിനെ ഈ വിഷയത്തിൽ ആക്ഷേപിക്കുന്നത് ഒരിക്കലും ദൈബന്തിയത്തിന് അംഗീകരിക്കുന്നവർക്കോ ദൈബന്തി ഉലമാക്കളെ സ്വീകരിക്കുന്നവർക്കോ ഒരിക്കലും ഉചിതമായ കാര്യമല്ല. അവർ ഈ വിഷയത്തിൽ സുബൈർ ഉസ്താദിനെ ആക്ഷേപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവർ ആക്ഷേപിക്കുന്നത് മഹത്തുക്കളായ ദൈബന്തി പണ്ഡിതരെയാണ്. ഈ ആക്ഷേപമൊക്കെ ചെന്നെത്തുന്നത്, അവർ ഈ അമ്പുകൾ ചെന്ന് പതിക്കുന്നത് മഹത്തുക്കളായ ദൈബന്തി പണ്ഡിതരുടെ നെഞ്ചകത്തിൽ തന്നെയാണ് എന്നവർ മനസ്സിലാക്കട്ടെ. ഫഖ്റെ ദൈബന്ദ്, ദൈബന്തികളുടെ അഭിമാനം എന്നറിയപ്പെടുന്ന ഷെയ്ഖുൽ ഹദീസ് മൗലാന സർഫറാസ് ഖാൻ സ്വഫ്ദർ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ അള്ളാഹുവിൻ്റെ സിഫാത്തുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ കൈ, ഇറക്കം, അള്ളാഹുവിൻ്റെ കാല്, ഇതുപോലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച്, ഇതുപോലുള്ള സിഫാത്തുകളെ സംബന്ധിച്ച് നാം എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്, എന്ത് വിശ്വാസമാണ് നാം ഈ വിഷയത്തിൽ വച്ച് പുലർത്തേണ്ടത് എന്ന് മൗലാന വിശദീകരിക്കുന്നുണ്ട്. അതിൽ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ നിലപാട് എന്താണ്? ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറഞ്ഞതാണോ, അതല്ല ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയുടെ വിരോധികൾ പറഞ്ഞു വരുത്തുന്നതാണോ അഹ്ലുസ് സുന്നയുടെ നിലപാട് എന്ന് നമുക്ക് നോക്കാം. മൗലാന പറയാണ്, अहलुस सुन्नत वल जमाअत का नज़रिया है कि कुरान करीम और अहादीस में अल्लाह ताला के हाथ, पाँव और आसमान दुनिया पर नुज़ूल फरमाने वगैरह, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൈ, അതുപോലെ കാല്, ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരൽ പോലുള്ള സിഫാത്തുകൾ ഹദീസുകളിലും ഖുർആനിലൊക്കെ പറയപ്പെട്ട സിഫാത്തുകൾ, ഇതിനെ സംബന്ധിച്ച് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ വീക്ഷണം ഇതാണ്. ജൈസി സിഫാത്ത് കെ സാഹിർ കോ മാനനാ ചാഹിയേ, ഇങ്ങനെയുള്ള സിഫത്തുകളുടെ ബാഹ്യാർത്ഥം, പ്രത്യക്ഷാർത്ഥം അതിനെ നമ്മൾ അംഗീകരിക്കണം. യദെന്ന് പറഞ്ഞാൽ അത് ഹാത്താണ്, കൈയാണ്. രിജിൽ എന്ന് പറഞ്ഞാൽ അത് പാവോ, അത് കാലാണ്. അതുപോലെ തന്നെ നുസൂൽ, ഒന്നാം ആകാശത്തേക്ക് അള്ളാഹു നുസൂൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ഇറങ്ങുക എന്നുള്ളതാണ് ആ പ്രത്യക്ഷാർത്ഥം, ആ ബാഹ്യാർത്ഥം. അതിനെ സാഹിർക്കോ മാനാ ചാഹിയെ, ആ ബാഹ്യാർത്ഥത്തെ നമ്മൾ അംഗീകരിക്കണം. എന്നിട്ടോ ഓർ കൈഫിയത്ത് അള്ളാഹ് തആലക്ക് സുപുർദ് കർ ദേനി ചാഹിയെ, അതിൻ്റെ കൈഫിയത്തിനെ, അത് എങ്ങനെയാണ്, അള്ളാഹുവിൻ്റെ കൈ എങ്ങനെയാണ്, അള്ളാഹുവിൻ്റെ കാലെങ്ങനെയാണ്, അള്ളാഹു ഇറങ്ങുന്നത് എങ്ങനെയാണ്, ഇതുപോലുള്ള അതിൻ്റെ കൈഫിയത്തിനെ അള്ളാഹുവിലേക്ക് വിടണം. ഇതാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വീക്ഷണം. ഇതാണ് ഈ വിഷയത്തിൽ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അടുക്കലുള്ള നിലപാട് എന്ന് വളരെ കൃത്യമായിട്ട് തന്നെ മൗലാന സർഫറാസ് ഖാൻ സ്വഫ്ദർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ഇവിടെ യഥാർത്ഥത്തിൽ ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി സലഫിൻ്റെ നിലപാടായിട്ട് എന്താണോ പഠിപ്പിച്ചത്, അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ അതിൻ്റെ ലാഹിറിൽ തന്നെ ഹംല ചെയ്യണം, അതിൻ്റെ ഹഖീഖത്തിൽ തന്നെ ഹംല ചെയ്യണം, അതിൻ്റെ പ്രത്യക്ഷാർത്ഥം നമ്മൾ അംഗീകരിക്കണം, ബാഹ്യാർത്ഥം നമ്മൾ അംഗീകരിക്കണം, എന്നിട്ട് അതിൻ്റെ കൈഫിയത്തിന് അള്ളാഹുവിലേക്ക് വിടണം. അല്ലാതെ അർത്ഥം അറിയില്ല എന്ന് പറയലല്ല, അതല്ല സലഫിൻ്റെ നിലപാട്. അർത്ഥം നമുക്കറിയാം, ബാഹ്യാർത്ഥമാണ്, പ്രത്യക്ഷാർത്ഥമാണ്, അതിനെ നമ്മൾ അംഗീകരിക്കണം, അതിൻ്റെ കൈഫിയത്തിന് അള്ളാഹുവിലേക്ക് വിടണം. ഇതാണ് സലഫിൻ്റെ നിലപാടായിട്ട് ഇമാം ഇബ്നു തൈമിയ്യ പരിചയപ്പെടുത്തിയത്. അതേ നിലപാടാണ്, കൃത്യമായിട്ട് അതേ നിലപാട് തന്നെയാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ നിലപാട് എന്ന് ഫഖ്റെ ദൈബന്ദ് എന്നറിയപ്പെടുന്ന ഷെയ്ഖുൽ ഹദീസ് മൗലാന സർഫറാസ് ഖാൻ സ്വഫ്ദർ വളരെ കൃത്യമായിട്ട് വിശദീകരിക്കുകയാണ്. അപ്പോൾ ഈ വിഷയം തന്നെയല്ലേ ബഹുമാനപ്പെട്ട സുബൈർ ഉസ്താദ് ഇവിടെ പറഞ്ഞത്? പിന്നെ എന്തിനാണ് ഈ വിഷയത്തിൽ മഹാനായ സുബൈർ ഉസ്താദിനെ ആക്ഷേപിക്കേണ്ട ആവശ്യം? എന്താണോ ഇമാം ഇബ്നു തൈമിയ്യ പഠിപ്പിച്ചത് അത് തന്നെയാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസമെന്ന് ദൈബന്തി അക്കാബിറുകൾ വളരെ കൃത്യമായിട്ട് പല സ്ഥലങ്ങളിലും പലരും എഴുതിയിട്ടു. പിന്നെയും സുബൈർ ഉസ്താദിനെ ഈ വിഷയത്തിൽ ആക്ഷേപിക്കുന്നത് ഒരിക്കലും ദൈബന്തിയത്തിന് അംഗീകരിക്കുന്നവർക്കോ ദൈബന്തി ഉലമാക്കളെ സ്വീകരിക്കുന്നവർക്കോ ഒരിക്കലും ഉചിതമായ കാര്യമല്ല. അവർ ഈ വിഷയത്തിൽ സുബൈർ ഉസ്താദിനെ ആക്ഷേപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവർ ആക്ഷേപിക്കുന്നത് മഹത്തുക്കളായ ദൈബന്തി പണ്ഡിതരെയാണ്. ഈ ആക്ഷേപമൊക്കെ ചെന്നെത്തുന്നത്, അവർ എയ്യുന്ന അമ്പുകൾ ചെന്ന് പതിക്കുന്നത് മഹത്തുക്കളായ ദൈബന്തി പണ്ഡിതരുടെ നെഞ്ചകത്തിൽ തന്നെയാണ് എന്നവർ മനസ്സിലാക്കട്ടെ.